നാസിക് TCSൽ നടന്നിട്ടുള്ള ഒരു അണ്ടർ കവർ ഓപ്പറേഷന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ത്രസിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കുറ്റാന്വേഷണ കഥ പോലെ അതെ രസിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതെ അവിടെ അതെ പോലീസ് നടത്തിയത്. അതെ. ഉം. അവിടെ കോർപ്പറേറ്റ് ജിഹാദ് ഉണ്ട് എന്നുള്ളതായിരുന്നു. ഉം. അപ്പോൾ കോർപ്പറേറ്റ് ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ സുഡാപ്പിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉം. ഇനിയിപ്പോ കോർപ്പറേറ്റ് ജിഹാദ് അല്ലാതെ അങ്ങ് മാറ്റിവെച്ചാലും ഉം. ഈ പറയുന്ന ലൈംഗിക മതപരിവർത്തന രീതികളെല്ലാം അവിടെ നടന്നിരുന്നു എന്നുള്ളത് എന്തായാലും പുറത്തു പ്രജിത, വന്നിട്ടുണ്ട്. അതിലൊരു കാര്യം നമ്മൾ മറക്കാതിരിക്കേണ്ടത്, ഇത്രയും പഠിത്തമുള്ള കുട്ടികളായിരിക്കും, എഞ്ചിനീയേഴ്സ് ആയിരിക്കും, പോസ്റ്റ് MTech ഒക്കെ ഉള്ള കുട്ടികളായിരിക്കും, അവരെ പോലും ലൈംഗികമായി ഉപയോഗപ്പെടുത്തിയിട്ട് മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. അതെ നമ്മൾ വിചാരിക്കും ഇത്തിരി വിവരം വിദ്യാഭ്യാസമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കെതിരെ നടക്കുന്ന ഇതുപോലെയുള്ള അതിക്രമങ്ങളെ അവർ പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് തീർച്ചയായും മുമ്പിൽ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് പോലും ഉം. അവർ പോലും അവരുടെ നാക്കടപ്പിക്കുന്ന പോലെ തരത്തിലുള്ള പീഡനങ്ങൾക്കാണ് വിധേയമാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഫോട്ടോകൾ അവരുടെ എടുത്തിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതെ അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇവർക്കൊക്കെ ഒന്ന് പറഞ്ഞാൽ എന്താന്ന്, പക്ഷേ അതിനും ഉപരി ഉം. പറയാൻ പറ്റാത്ത വിധം അവരെ ട്രാപ്പ് ചെയ്തു. ട്രാപ്പ് ചെയ്തു. അതാണ് സത്യമായ വാക്കല്ലേ. അതെ അതിന് മുമ്പിൽ നിന്നത് ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന HR ഹെഡായ ഒരു യുവതിയാണ്. ഒരു നിതാഖാൻ. നിതാ ഖാൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് അതിനും കണൈവൻസിൽ നിന്നത്. ആ ഇവർക്ക് സഹായം കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവരെ ഉപയോഗിക്കാൻ നിർബന്ധിക്കുകയോ, അതായത് ഈ പുരുഷന്മാരായ മുസ്ലിം യുവാക്കളെ, ഈ പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നത് HR ആണല്ലോ. അപ്പോൾ അതെ ആരോടൊപ്പം എന്നുള്ളതൊക്കെ അവരൊരു ബ്യൂറോ ചീഫിൻ്റെ ലാഘവത്തോടു കൂടി അതൊക്കെ ചെയ്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അവിടെ ഭരിക്കുന്നതാരാ? മഹാരാഷ്ട്ര. ഫഡ്നാവിസാണ്. ഫഡ്നാവിസിന്റെ മുമ്പിൽ ഇതൊന്നും നടക്കൂല മോളെ. അദ്ദേഹം ഉടനെ ഓടിച്ചൊന്നും ഇതൊന്നും ആക്കിയില്ല. പോലീസിന് റിപ്പോർട്ട് കിട്ടിയ സമയത്ത് അദ്ദേഹം തീരുമാനിച്ചത് ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ അതെ നടത്തുവാനാണ് തീരുമാനിച്ചത്. മോൾ ഓർക്കുണ്ടാവും, നമ്മളുടെ പെരുമ്പാവൂര് SDP അല്ലെങ്കിൽ PFI എങ്ങനെയാണ് അവര് പൂട്ടിയത്? അണ്ടർ കവർ ഓപ്പറേഷനിൽ കൂടിയല്ല. അതെ ആരും അറിഞ്ഞില്ല. കുറേ പേര് വരുന്നു, അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്നു, അവരൊക്കെ NIAയുടെ ഓഫീസേഴ്സ് ആയിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. ഇവരെ പൂട്ടിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഇപ്പുറത്ത് താമസിക്കുന്ന ആൾ അതാണ്, അപ്പുറത്ത് താമസിക്കുന്ന ആൾ ഒരു ഓഫീസറായിരുന്നു. അതുപോലെ ഫഡ്നാവിസിൻ്റെ ഉദ്യോഗസ്ഥരെ കൊണ്ട് അദ്ദേഹം ചെയ്യിപ്പിച്ചത് SIT ടീം ആദ്യം ഉണ്ടാക്കി. ഉം. അതിൽ നിന്ന് 6 വനിതാ ഉദ്യോഗസ്ഥർ. അവർക്കൊരു ബിഗ് സല്യൂട്ട്. അതെ കാരണം അവരവിടെ എൻജിനീയേഴ്സ് ആയിട്ടൊന്നും അല്ല കയറിയത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഉയർന്ന ജോലിയിലൊന്നുമല്ല. സ്വീപ്പേഴ്സ് മുതൽ ഹൗസ് കീപ്പേഴ്സ് വരെയുള്ള ജോലികളിൽ കയറി അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി വൈകുന്നേരം തിരിച്ച് ഓഫീസിലെത്തി റിപ്പോർട്ട് ചെയ്തു. അതെ അങ്ങനെയാണ് ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, നിതാ ഖാൻ്റെ റോൾ എന്താണ്, എങ്ങനെയാണ് ഈ കുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നത്, അവർക്ക് വരുന്ന ദുരവസ്ഥ എന്താണ്, എന്തുകൊണ്ട് അവർ മിണ്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പുറം ലോകത്തേക്ക് തുറന്നു കൊടുത്തത് ഈ 6 പോലീസ് ഉദ്യോഗസ്ഥകളാണ്. അതെ നേരത്തെ അതും ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. ആ സ്ത്രീകളുടെ ആർജവം, അതെ അതെ അവർക്കാണ് ആ കുട്ടികൾ അനുഭവിച്ച അതും ദുരവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറ്റുന്നുണ്ട്. മനസ്സിലാക്കിയിട്ട് പുരുഷന്മാരെക്കാളിലും ഈ സ്ത്രീകൾക്കാണ് കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ നിയോഗിച്ച ഓഫീസേഴ്സിനും ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കണം. ഒരു അതെ കാര്യം അതുകൂടി ഒരു കാര്യം കൂടി ഉണ്ട്. ഉം. 40 ദിവസമാണ്, ആ 1ഉം 2ഉം ദിവസമല്ല, കറക്റ്റായിട്ട് 40 ഫുൾ ദിവസം. പ്രൂഫായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അതിൽ ഭാരതീയ ന്യായ സംഹിത പുതിയ അതിൻ്റെ വകുപ്പ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചാർജ് ചെയ്യുന്നത്. അതുപോലെ ഇത് മുഴുവൻ കൺട്രോൾ ചെയ്തിരുന്നത് മലേഷ്യയിൽ നിന്നാണെന്നാണ് അതെ മനസ്സിലാക്കുന്നത് അല്ലേ. ഇർമാൻ എന്ന് ഇർമാൻ എന്ന് ഒരു പറയുന്ന ഒരു വ്യക്തി, മതപ്രഭാഷകൻ. മതപ്രഭാഷൻ അല്ലെങ്കിൽ മതഭ്രാന്തൻ എന്നും പറയാം അതെ അങ്ങനെ അല്ലേ. പറയാം, അതായിരിക്കും ഉചിതം. ഉചിതമായ വാക്ക്. എന്തിനാണ് നമ്മളിപ്പോൾ ധാരാളം കാണുന്നുണ്ട്, ഇങ്ങനെ ചെയ്യൂ അത് ചെയ്യൂ, നമ്മൾ 30% കഴിഞ്ഞാൽ ഇന്ത്യ നമ്മുടെ കാൽ കീഴിലാണ്, ഇങ്ങനെ ആൾക്കാർക്കൊരു മസ്തിഷ്ക പ്രക്ഷാളനം കൊടുക്കുന്ന പലരും തന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇതൊന്നും പറയുന്നില്ല, അതും നമ്മൾ ആലോചിക്കണ്ടേ. അതെ ഇന്ത്യയിൽ നിന്ന് പറയുകയാണെങ്കിൽ അതിന് തക്കതായ മറുപടി കിട്ടും. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഇവർക്കൊക്കെ ഇപ്പോൾ ബോധ്യം വന്നുകൊണ്ടാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഉം. ഒളിസങ്കേതങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ എപ്പോഴും പോകുന്ന ഒരു ബിസിനസ് സെൻറ്റർ ഉണ്ടായിരുന്നു. എൻ്റെ കമ്പ്യൂട്ടർ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്ന ഒരു ബിസിനസ് സെൻറ്റർ ഉണ്ടായിരുന്നു. അത് നടത്തുന്നത് 2 ഹിന്ദു യുവാക്കളാണ്. വളരെ നല്ല അപ്പോഴൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. ഉള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഒരു 11 മണിയായപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് ക്രൈസ്തവ, അതായത് യേശുവിൻ്റെ സുവിശേഷങ്ങളിൽ ഒരെണ്ണം കൂടെ ഉറക്കെ പറഞ്ഞു. കൂടെ ഇരിക്കുന്ന എല്ലാവരും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഏറ്റുചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെന്താ സംഭവിക്കണേന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ കണ്ടിട്ടില്ല അതിന് മുമ്പ്.
പിന്നെ 12 മണിയായപ്പോൾ പിന്നെയും അത് തന്നെ. അപ്പം ഞാൻ ചോദിച്ചു, കമോൺ വെയിറ്റ് എ മിനിറ്റ്, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതല്ല, ഞാനിങ്ങനെ ഒരു ദിവസം ബസ് ഇറങ്ങി ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് എന്നെ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും കൂടെ തടഞ്ഞു നിർത്തിയിട്ട് ഈ കടലാസ് തന്നിട്ട് പറഞ്ഞു, ഓഫീസിൽ പോയിരുന്ന് ഇതെല്ലാ മണിക്കൂറിലും ഉറക്കെ ചൊല്ലുകയും കൂട്ടുകാരൊക്കെ ചെല്ലിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരും, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാകും, നിങ്ങൾ യേശുവിൻ്റെ സുവിശേഷങ്ങൾ ചെല്ലുന്നവരായി തീരണം, അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവനിയോഗം, അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ സ്പോട്ട് ചെയ്തത്. ധാരാളം പേര് പോകുന്നുണ്ടല്ലോ, പക്ഷേ കുട്ടിയെ തടഞ്ഞു നിർത്തി ഞങ്ങൾ സംസാരിക്കാൻ കാരണം ദൈവം കുട്ടിയെ സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടോ. അതിന് എന്തൊക്കെയോ സംഭാവനകളും നൽകി കേട്ടോ. അത് ഞാൻ സംഭാവന നൽകി. അത് കഴിഞ്ഞ് ഈ കുട്ടി ഓഫീസിൽ വന്നിരുന്ന് ഇത് പറയാൻ തുടങ്ങിയപ്പോൾ മറ്റേ കുട്ടികൾ ചോദിച്ചു, ഞങ്ങൾക്ക് നല്ലത് വരും, നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, ആ സുവിശേഷം പറയുന്നു, അത് നമ്മൾ അവരുടെ ഒപ്പം ഏറ്റു പറയുന്നു, ജസ്റ്റ് ഒരു മിനിറ്റ് ഒറ്റേ വരുന്നുള്ളൂ. അങ്ങനെ ആ കുട്ടി വഴി ഓഫീസിലുള്ള എത്ര പേരെ ആ കുട്ടി ഇവർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ആ സുവിശേഷം പറഞ്ഞ് അവരിൽ അതിലാണ് നന്മ എന്ന് മനസ്സിലാക്കി അതിലേക്ക് ചേരുവാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ മാനസികമായി സജ്ജരാക്കുക എന്ന കാര്യമാണ് മറ്റാദ്യം പറഞ്ഞ പെൺകുട്ടി വഴി ഇവർ ചെയ്തിരുന്നത്. അതും ഒരു തരം ജിഹാദ് തന്നെയല്ലേ? അതെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ മിനിഞ്ഞാന്ന് തന്നെ ഒരു ബ്രാഹ്മണായിട്ടൊരു വ്യക്തി വിളിച്ചു പറഞ്ഞു, പെന്തക്കോസ്തുകാരാണ് ശരിക്കും ഇത് നല്ലോണം ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇവിടെ ഒരു കോളനി പോലെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒട്ടും വളരെ ബുദ്ധിമുട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അവരെയൊക്കെ ഇപ്പം മുണ്ടംവേലിയിലേക്ക് കൊണ്ടുപോയി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും ഏത് കോളനിയാണെന്ന്. അവിടെ ഒരു നല്ല പെൺകുട്ടി വിഡോ ആയി എന്നറിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഭർത്താവിൻ്റെ വീട്ടിലാണ് ആ കുട്ടി താമസിച്ചിരുന്നത്. അവിടെ ഭയങ്കരമായിട്ട് ഈ പെന്തക്കോസ്തുകാർ വന്ന് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് നിർബന്ധം പിടിച്ചപ്പോൾ ഭർത്താവിൻ്റെ അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ ഓക്കെയാണ്. കാരണം കുറേ രൂപ കൊടുക്കും, സ്വർണം കൊടുക്കും, പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ വീട് മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന് മുമ്പുള്ള ആകർഷണ വലയങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഭർത്താവിന് അതിൽ താല്പര്യം ഉണ്ടായില്ല. പിന്നെ ഇവർ കേൾക്കുന്നത് ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞ്. അപ്പോൾ ഈ കുട്ടിക്ക് കാര്യം മനസ്സിലായി. അച്ഛനമ്മയും വളരെ ഹാപ്പി, കാരണം അവർ മാനസികമായി തയ്യാറായിരുന്നു മതപരിവർത്തനം. യേശു മകനെ കൊണ്ടുപോയി, ഇനിയിപ്പോൾ എന്താ വേണ്ടേ, ധാരാളം കാശും കൊണ്ട് വരാനുണ്ട്. ഈ കുട്ടി പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്താ മരിക്കാനെന്ന് കാരണം എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ മതം മാറില്ല എന്ന് ഉടനെ അവളെ പുറത്താക്കി. ആ കുട്ടി 6 മാസം 3ാമത്തെ കുട്ടിയെ ഗർഭിണിയായിരുന്നു. ആ കുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഭർത്താവിൻ്റെ വീട്ടുകാർ. ഇപ്പോൾ അമ്മയുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ പ്രജിത, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണാൾസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, വേറൊരു ബ്രാഹ്മണനായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, എന്താണ് പെന്തക്കോസ്തുകാരുടെ കൂടെ ചേരുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസ ഇതാക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധാരാളം പൈസ കിട്ടും. അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ടൊരു വീടൊക്കെ പണിയേണ്ട ആവശ്യമുണ്ട്. നീ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നേ, നീ പ്രയാസപ്പെടുന്ന എന്തിനാ, വിഷമിക്കെന്തിനാ, ഇവരുടെ കൂടെ ചേരുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്കതൊരു ഈസി വേ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ബ്രാഹ്മണായ ഒരു വ്യക്തി വേറൊരു ബ്രാഹ്മണനെ ആ മതത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ജിഹാദ് എന്ന് പറയുന്നു, പക്ഷെ ജിഹാദിനുപരിയായിട്ട് പലതരത്തിലുള്ള ജിഹാദുകൾ നടക്കുന്ന കാര്യം നമ്മൾ മറക്കാനോ നമ്മളത് ഓർക്കുന്നില്ല. കാരണം ഇത് ഈ ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ വോസിഫറസ് ആണ്, അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതെ അതെ, ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ. നമുക്ക് നേരിട്ട് ഇപ്പം മാമിന് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യമാണല്ലോ ഇത് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പലതും അറിയുന്നില്ല എന്നുള്ളതാണ്. ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് എന്താണ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഞാൻ ഐ വിറ്റ്നസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനൊരു ചാനലിൽ വന്നിരുന്ന് പറയാറുള്ളൂ. ഹിയർസി ആണെങ്കിൽ പോലും അതിൻ്റെ ഓതൻറ്റിസിറ്റി വെരിഫൈ ചെയ്തിട്ടേ പറയാറുള്ളൂ. ഈ തൂങ്ങിമരണത്തെ യേശുവിൻ്റെ തൂങ്ങിമരണത്തോടെ ഉപമിച്ചിട്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത് തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ യേശുവിൻ്റെ വഴിയെ കൊണ്ടുപോയി. ഇത് കൂടുതൽ ലോജിക്കലായിട്ട് എങ്ങനെ ഒരാൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റും പ്രജിത? ശരിക്കും അതങ്ങനെയാണ്. അപ്പൊ നാസിക്കിലേക്ക് വരുമ്പോ മാം പറഞ്ഞുവല്ലോ എങ്ങനെയാണ് ഈ പെൺകുട്ടികളെ മിണ്ടാൻ പറ്റാതെ ആക്കുന്നത്, അതുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോകണം. ഞാൻ അറിഞ്ഞതനുസരിച്ചിട്ട് ആ കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ HR ആണല്ലോ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ HR തിരഞ്ഞെടുക്കുമ്പോൾ സാമ്പത്തികമായിട്ട് പരാധീനതകളുള്ള കുടുംബത്തിൽ നിന്നാണ് എന്നുള്ളത്
ഉറപ്പുവരുത്തും. ഉറപ്പ് വരുത്തിയതിനു ശേഷം ഈ പെൺകുട്ടികളെ എടുക്കുകയാണ്. മാത്രമല്ല വേറൊരു കാര്യം പറയുന്നത് 18-നും 25-നും ഇടയിൽ ഹിന്ദു പെൺകുട്ടികൾക്കാണ് ഈ ജോലിക്ക് മുൻഗണന കൊടുത്ത് HR എടുത്തിരുന്നത്. അതെ. അത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇപ്പൊ പ്രജിത പറഞ്ഞ പോലെയുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ HR ആകുമ്പോൾ അറിയാലോ അവർക്ക് അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് കുട്ടികളുടെ മനസ്സൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല കോർപ്പറേറ്റ് ഔട്ടിംഗ് എന്ന നിലയിൽ പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഇവരെ ഇങ്ങനെ ദുരുപയോഗം ചെയ്തിരുന്നത്. HR-ന്റെ അനുവാദത്തോടെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ മാനസികാവസ്ഥയിൽ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്ത് പോകാനും കുട്ടികൾക്ക് പേടിയായിരിക്കും. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ ഇവർക്കുണ്ട്. ഇനി വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ വേറൊരു പുരുഷനുമായിട്ടും ഇതുപോലത്തുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി കൂടി അവർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഇവരെ ശരിക്കും പറയുകയാണെങ്കിൽ അടിമകളാക്കി മാറ്റി. അടിമകളാക്കി മാറ്റി മാനസികമായും ശാരീരികമായും അടിമകളാക്കി മാറ്റിയും തട്ടത്തിൻ മറയത്തെ പെണ്ണായി മാറിയാൽ മാത്രമേ നിലനിന്ന് പോകാൻ പറ്റുകയുള്ളൂ എന്നൊരു ഭീതി കൂടി ഇവരുടെ മനസ്സിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് ഇവർ ഉപയോഗിച്ച് പോകുകയാണ്. ഇവരുടെ മതത്തിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. ധാരാളം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു പബ്ലിക് മീഡിയയിൽ കൂടെ ഒരു സ്ത്രീയായി എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. പക്ഷെ പ്രജിത, നമ്മളുടെ ഇപ്പോൾ 16 സ്റ്റേറ്റിൽ ഭാരതീയ ജനതാ പാർട്ടി ഫസ്റ്റ് മെജോറിറ്റിയിൽ ഭരിക്കുന്നുണ്ട്. 5 സ്ഥലത്ത് നമുക്ക് കൊയലേഷനിൽ നമ്മൾ ഭരിക്കുന്നുണ്ട്. ഭാരതം ഭരിക്കുന്നത് മോദിജിയാണ്, അമിത്ഷാജിയാണ് നമ്മളുടെ ആഭ്യന്തരമന്ത്രി. ആ സാഹചര്യത്തിൽ എൻ്റെ പൊന്നു മക്കളെ, പെൺകുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പേടിക്കല്ലേ. നിങ്ങളുടെ ഭാവി കേന്ദ്ര സർക്കാരിൻ്റെ കൈകളിൽ ഭദ്രമാണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ഭരിക്കുന്നത് വേറെ ഏത് പാർട്ടിയുമായിക്കോട്ടെ, ഒരു എഴുത്ത് അമിത്ഷാജിക്കോ മോദിജിക്കോ അയക്കുവാനുള്ള ഒരു തൻ്റെ ഇടം, ചങ്കുറപ്പ്, മാനസിക സ്ഥിതി നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏടാകൂടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മാനസിക വ്യഥകളിൽ നിന്ന് ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്ന് മോദിജി തരുന്ന ഉറപ്പാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4N പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.